ഇതാണ് മക്കളെ ബത്ത. ബത്ത എന്ന് പറയുമ്പോൾ നമ്മളെ ബാംഗ്ലൂർ സിറ്റി മാർക്കറ്റ് കലാശ് പാളയത്തിന്റെ പാലം കയറുന്ന പോലെ ഉണ്ടാവും. ബത്ത സിറ്റി മാർക്കറ്റ് തന്നെ. എല്ലാ രാജ്യക്കാരുണ്ട്. എല്ലാ രാജ്യക്കാർക്കും ഓരോരു ഏരിയ, ഓരോരു ഗല്ലി. മലയാളി കേരള ഗല്ലിയുണ്ട്, സുഡാനി, പാകിസ്ഥാനി, അഫ്ഗാനി, അങ്ങനെ എല്ലാ ഓൾഡ് ബിൽഡിങ്ങുകൾ മാത്രം ഇവിടെ ഉണ്ടാവുക. മൾട്ടി ഏരിയ എന്ന് പറഞ്ഞാൽ ബത്ത എന്ന് പറയുമ്പോൾ റിയാദിലെ മെയിൻ സ്ഥലമാണ്. മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാജ്യക്കാർ ഏറ്റും ആൾക്കാരുണ്ട് ഇവിടെ. ഭയങ്കര ബിസിനസ് ഏരിയ. എല്ലാ തരികടിയും എല്ലാ കളികളും ഇവിടെ ആണ്. ഇതാണ് ബത്ത. വാഹനങ്ങളുടെ കണ്ടില്ല, നമ്മളെ നാട്ടിൽ നിന്ന് ഓടുന്ന പോലെ ഇല്ലേ, ഒരു സെറ്റപ്പ് ഇല്ല. നമ്മളെ ഏരിയയിലെ എമ്മാതിരി സെറ്റപ്പാണ്. ഇതാണ് ബത്ത മോനെ. നമ്മുടെ നാട്ടുകാരിൽ എത്ര ആളുണ്ടെന്ന് അറിയാം. ഇപ്പൊ അടുത്ത പാലത്തിന്റെ അടിയിലെല്ലാം ഇഷ്ടം പോലെ നാട്ടുകാരുണ്ട്. ഇതാണ് ബത്ത. മെട്രോയിലും വന്ന് ഉഷാറായി. ഈ ബിൽഡിങ് ഫുള്ളും പൊളിച്ചു ചാടലോ. എല്ലാ പഴയ ബിൽഡിങ് പൊളിച്ചു ചാടിയിട്ട് ഫുള്ളും പുതിയ ബിൽഡിങ്ങുകൾ വരും. ഭയങ്കര ഏരിയ. ബത്താന്ന് പറഞ്ഞാൽ ബത്തന്റെ കേറിക്കഴിഞ്ഞാൽ തിരിയില്ല ഏത് ഏരിയ ആണെന്നില്ല. അങ്ങനെയാണ് ഈ ബത്തന്റെ പ്രത്യേകത. റിയാദിൽ വന്നു കഴിഞ്ഞാൽ, ബത്താല് വന്നു കഴിഞ്ഞാല് നമ്മള് നാട്ടിൽ പോയ പോലെ, കേരളത്തിലെല്ലാം പോയ പോലെ അത്രയും മലയാളികളെ പടം വേറെ, ഹോട്ടല് വേറെ, സൂപ്പർ മാർക്കറ്റ് വേറെ. ഭയങ്കര ബിസിനസ് ഏരിയ. പക്ഷെ റിയാദിന്റെ ഒരു നമ്മളെ ഏരിയ വന്നിട്ട് ഈ ഏരിയയെല്ലാം വന്നു കഴിഞ്ഞാൽ റിയാദിന്റെ ഇതുണ്ടാവും. റോഡും ബിൽഡിങ്ങും ബാക്കിയിലൊന്നും ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല. പഴയ ബിൽഡിങ്ങുകളും നല്ല പബ്ലിക് ഉണ്ട്. വാഹനങ്ങളിൽ നല്ല ഉണ്ടാവും. ജനങ്ങൾ ഒരു തമ്പടിച്ച ജനങ്ങളാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ റിയാദിൽ വന്നു കഴിഞ്ഞാല് ജനങ്ങളിൽ ഇങ്ങനെ നടന്നു പോകുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ബസ് കയറാൻ ഇഷ്ടം പോലെ നടന്നത്. നമ്മുടെ ഏരിയയിൽ ബസ് കയറാനും ആളില്ല. റോഡ് സൈഡിലൂടെ നടക്കുന്ന ഒരാളെ ഞാൻ കാണില്ല. ഇടാന്നില്ല. വേണ്ട റോഡ് മേലൂട്ടില്ല ആൾക്കാർ ഇഷ്ടം പോലെ നടന്നുകൊണ്ട് ഭയങ്കര ആളായിരിക്കും. രാവിലെ ആയതുകൊണ്ട് തന്നെ ഫുട്പാത്തിലെല്ലാം ഫുൾ ബിസിനസ് ആയിരിക്കും. അത് മറ്റേ പോലീസുകാർ വന്ന് എടുത്തിട്ട് പോകും. പക്ഷെ ഇവിടെ എല്ലാ ബിസിനസ്സും നടക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലെല്ലാം കച്ചവടം ചെയ്യുന്നവരെ ഇവിടുന്ന് കച്ചവടം ചെയ്യാം. ഏരിയ തന്നെ നോക്കിയത് നമ്മുടെ നാട്ടിലത്തെ ബാംഗ്ലൂർ സിറ്റി മാർക്കറ്റിലും പോലെ ഉണ്ട്. എത്ര ജനങ്ങൾ റോഡും മേല് കാറെല്ലാം കണ്ടാവോ ഫുള്ളായിട്ട് മുത്തിയിട്ടിട്ട്. ഈ പാലത്തിന്റെ അടിയിലാണ് നമ്മുടെ വിളക്കോട് റയീസ്, നിയാസ്, നെമ്മി, പിന്നെ ജലീൽ ഉസ്താദ്, പിന്നെ നമ്മളെ ഷെമി, നമ്മളെ ഷോക്കു. ഈ പാലത്തിന്റെ നേരെ അപ്പുറമാണ്. ഈ പാലത്തിനടി റൈസെല്ലാം കുറേ ആൾക്കാരുണ്ട്. നാട്ടുകാരനുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ. നമ്മളെ നാട്ടുകാരന് എത്ര ആൾക്കാരുണ്ട് അറിയാം ഇവിടെ. ബത്ത ഞാൻ മോനെ ബത്ത. ബത്ത ഇതാണ് മോനെ ബത്ത. റിയാദിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, മെയിൻ സ്ഥലം അറിയുന്നുണ്ടെങ്കിൽ ബത്തയാണ്. ബത്തയിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ മലയാളി ഹോട്ടലിന് ഒരു 10-100 ഉണ്ട്. പിന്നെ ഇവിടുന്ന് മുമ്പെന്റും എല്ലാം ബസ്സും കാര്യങ്ങളും മലയാളീസിനെല്ലാം പോകുന്നു. ഏരിയ കാണുന്നില്ലേ എന്ത് മോനെ ഏരിയ ഫുള്ളും ഭയങ്കരമായിട്ട് വിസ്തീർണ്ണം ഇടാം. ഭയങ്കര. അപ്പുറം ഫിലിപ്പിൻ മാർക്കറ്റ് ഉണ്ട്. ഞാൻ ഇപ്പം ഫിലിപ്പിൻ മാർക്കറ്റിലാണ് പോകുന്നു. മൊബൈലിൽ റിപ്പയർ ചെയ്യാണ്ട്. അപ്പുറം കാണുന്ന ലുലു ഉണ്ട്, നേസ്റ്റോ ഉണ്ട്. ഫുട്പാത്തിലെല്ലാം കാണുന്നില്ലേ. ഇതൊരു ഏരിയ തന്നെയാ മോനെ. ഇതാന്ന് മോനെ ബത്ത. റിയാദിൽ വന്നു കഴിഞ്ഞാൽ ബത്ത അറിയാത്ത ആൾക്കാർ വളരെ കുറവ്. ബത്തയിൽ വരും എല്ലാവരും. ബത്ത നമ്മളെ ചാക്കാളിലെ കുഞ്ഞിച്ചെമ്മയുണ്ട്. നേരെ കാണുന്ന അപ്പുറത്തെ ആ ബിൽഡിങ്ങിലുണ്ട്. നേരെ മുമ്പിൽ തന്നെ കാണാം. ഇപ്പൊ എല്ലാവരും ഓപ്പൺ ആക്കിയില്ല കേട്ടോ. 10 മണിക്ക് ഓപ്പൺ ആവും. ബാംഗ്ലൂർ സിറ്റി മാർക്കറ്റ് തന്നെ. ഫുൾ മലയാളീസ് എല്ലാം നടന്നു പോകുന്നുണ്ട്. മലയാളീസ് നടന്നു പോകുന്നത്. എല്ലാ രാജ്യക്കാരുണ്ട് മോനയുടെ. ഇതാണ് ബത്തന്റെ ഒരു പ്രത്യേകത. റിയാദിൽ, സൗദി അറേബ്യയിൽ റിയാദിൽ വന്നു കഴിഞ്ഞാൽ ബത്ത കാണാൻ ആൾക്കാർ വളരെ കുറവായിരിക്കും. ബത്തയിൽ എന്നാണ് എല്ലാവരും ആൾക്കാരും നാട്ടിലേക്ക് സാധനം മേടിച്ചിട്ട് പോവുക.
പോകുമ്പോ